ട്രാവൽ വേൾഡ് വിത്ത് സിബിയുടെ ചെറിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് പുള്ളിലാണ്. എൻ്റെ വീടിൻ്റെ വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ പുള്ള്. അപ്പോൾ പുള്ളിലെ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായി വിചാരിക്കണേ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ അതേ ഡിയോ എടുത്തിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ പോണ വഴിക്കുള്ള കുറച്ച് നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്കിന്ന് കാണാം. പിന്നെ ഞങ്ങൾ നേരെ പോണത് കുറച്ച് കറി കഴിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി കുണ്ടോളിക്കടവ് ഷാപ്പിലേക്കാണ് ഇന്ന് പോണത്. അപ്പോൾ അതേ നോക്കുമ്പോൾ നമുക്ക് കാണാം തൊട്ട് ബാക്കിൽ നിറച്ച് താറാവും കൂട്ടവും പാടവും അതൊക്കെ ഉള്ളൊരു ഏരിയയാണ്. പക്ഷേ ഈ പാടത്ത് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കംപ്ലീറ്റ് വെള്ളമാണ്. അതായത് മഴ പെയ്ത് നിറച്ച് വെള്ളം പൊന്തിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കംപ്ലീറ്റ് പുഴയൊന്നല്ല, പാടമാണ്. ആ പാടം കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞ് കിടക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഭംഗിയുള്ള ഒരു സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി. നല്ല കാറ്റുണ്ട് ഇവിടെ, അതുപോലെ തന്നെ നല്ല സീനറിയാണ്. കുറച്ച് നേരം ഞങ്ങൾ ഈ കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ നിന്നു. ഇനിയിപ്പോൾ ഈ പോണ വഴിക്ക് എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിന്ന് തൃശ്ശൂർ ടൗണിൽ നിന്നാണ് വണ്ടി എടുത്തത്. തൃശ്ശൂർ ടൗണിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ വന്നത് അയ്യന്തോളിൽ നിന്ന് അരനാട്ടുകാരെ വന്നു. അരനാട്ടുകാരിൽ നിന്ന് നമ്മൾ വടൂക്കര വഴിയാണ് നമ്മൾ പെരിങ്ങോട്ടുകരയ്ക്ക് പോണ വഴിയിലാണ് നമ്മുടെ ഈ പുള്ളൊക്കെ ഉള്ളത്. അപ്പോൾ ആ പുള്ളിലത്തെ കാഴ്ചകളാണ് നമുക്ക് ഇന്ന് കാണാനുള്ളത്. പുള്ളിലേക്ക് പോണ വഴിയിലുള്ള പാടശേഖരവും അതുപോലെ താറാവും കൂട്ടങ്ങൾ, നിറച്ച് തെങ്ങും പറമ്പുകൾ, അങ്ങനെ ഒരുപാട് നല്ല ഭംഗിയുള്ള വെള്ളമൊക്കെ ഇങ്ങനെയുള്ള നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സൺഡേസിലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കൂടെയൊക്കെ റൗണ്ട് അടിച്ച് ഇങ്ങനെ നടക്കും. അപ്പോൾ തൃശ്ശൂരിനെ പറ്റി പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. തൃശ്ശൂരിലുള്ള കുന്നുകളുണ്ട്, പാടശേഖരങ്ങളുണ്ട്, പുഴകളുണ്ട്, കടലുകളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെയുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ പോയി കാണുക. വീക്കെൻഡ്സിലൊക്കെ ഞാൻ ചെയ്യുന്ന പരിപാടികളാണ് അതൊക്കെ. പിന്നെ ഇവിടെ നല്ല അടിപൊളി ഷാപ്പുകളുണ്ട് പുള്ളിലും. പിന്നെ തൃശ്ശൂരിൻ്റെ അടുത്ത് പുറത്തുള്ള കുറേ സ്ഥലങ്ങളിൽ നല്ല ഭംഗിയുള്ള ഷാപ്പുകളുണ്ട്. അവിടുത്തെ കറികൾ നമുക്ക് പരിചയപ്പെടാം. സാധാരണ നമ്മുടെ ഈ ആലപ്പുഴ സൈഡിലൊക്കെ പോയാലാണ് ഇതുപോലെ വെള്ളവും ഈ തെങ്ങുകളും ഇതൊക്കെ നിൽക്കണ പാടശേഖരങ്ങളൊക്കെ നമുക്ക് കാണാൻ കിട്ടുക. പക്ഷേ തൃശ്ശൂർ ഇതുപോലെയുള്ള നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഉള്ളിലേക്കൊക്കെ നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനുണ്ട്. ഇതൊക്കെ ടൗണിൽ നിന്ന് വളരെ അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഒരു 8-9 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള പാടശേഖരവും എല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ പുള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളിക്ക് ഏറ്റവും അധികം പരിചിതമായിട്ടുള്ളത് നമ്മുടെ മഞ്ജു വാര്യർ ചേച്ചിയുടെ ഒരു നാട് കൂടിയാണ്. ഷാപ്പ് കറികൾ ഇതാണ് നമ്മുടെ കുണ്ടോളിക്കടവ് ഷാപ്പാണ് ഈ കാണുന്നത്. കംപ്ലീറ്റ് അതിൻ്റെ മുകളിൽ ഫാഷൻ ഫ്രൂട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ആ ചെടിയൊക്കെ ഒന്നും കാണാനില്ല. നമ്മുടെ ഞണ്ട് കറിയാണിത്, ഞണ്ട് റോസ്റ്റ്, പിന്നെ കാടമുട്ട. ഇതെന്താ ചേട്ടാ? കാടക്കോഴി, കാടമുട്ട, കാട റോസ്റ്റ്, മീൻ്റെ തലക്കറി. ഇതെന്താ പോർക്കാണോ? പോർക്ക്. താറാവുണ്ട്, ബീഫുണ്ട്, പിന്നെ കപ്പ, കൊള്ളി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന തൃശ്ശൂർക്കാരല്ലാത്ത മറ്റുള്ള നാട്ടിലുള്ള എല്ലാവർക്കും തൃശ്ശൂർ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ആരും മറക്കാണ്ട് വരിക നല്ല അടിപൊളി കള്ളും അതുപോലെ തന്നെ നല്ല അടിപൊളി എന്ത് കിട്ടും, നല്ല ഷാപ്പ് കറികളും കിട്ടണ കുണ്ടോളിക്കടവ് ഷാപ്പ്. ചോദിച്ചറിയ തൃശ്ശൂരിൽ നിന്ന് പെരിങ്ങോട്ടുകരയ്ക്ക് പോണ വഴിയിലുള്ള ഷാപ്പാണിത്. അപ്പോൾ വന്ന് എക്സ്പീരിയൻസ് അനുഭവിച്ചറിയാം. അപ്പോൾ പുള്ളിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഷാപ്പാണ് കുണ്ടോളിക്കടവ് ഷാപ്പ്. ഇവിടെ ഈ കാണുന്ന കറികൾ മാത്രമല്ല, നല്ല റണ്ണിങ് ടൈമിൽ ഒരുപാട് തരം കറികൾ കിട്ടുന്ന ഒരു ഷാപ്പാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ ആയ കാരണമാണ് അധികം കറികളൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഈ കുണ്ടോളിക്കടവ് ഷാപ്പിൽ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുകളാണ് ഇവിടുത്തെ എല്ലാ ഫുഡിനുള്ളത്. അപ്പോൾ അതൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാൻ തോന്നുന്ന പോലത്തെ ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ അതേ നമുക്കുള്ള ഞണ്ടാണ് ഇപ്പോൾ ചേട്ടൻ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല ഡ്രൈ ആയിട്ടുള്ള കൊള്ളിയുണ്ട്. പിന്നെ നമുക്ക് ഒരു കൊള്ളി പറഞ്ഞിട്ടുണ്ട്, അതിൽ കുറച്ച് ഗ്രേവി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇവിടെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് മേനക, രംഭ, പിന്നെ തിലോത്തമ്മ
അങ്ങനെ വ്യത്യസ്ത പേരുകളൊക്കെ നൽകി ഈ കാണുന്ന ഒരു ഹട്ട് പോലത്തെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതേ ഈ ലോക്ക്ഡൗണൊക്കെ ആയ കാരണം ഇപ്പോൾ അവിടെ ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മുന്നേ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് പാടമായിരുന്നു. ഇപ്പോൾ ഒരു പാടത്തിൻ്റെ സീസണല്ല, മീൻസ് കൊയ്ത്തൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വെള്ളം മഴക്കാലമായ കാരണം വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇത് കംപ്ലീറ്റ് അകത്തൊക്കെ ഇരുന്നിട്ട് ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കണ ഒരു സ്ഥലമായിരുന്നു. ലോക്ക്ഡൗൺ കാരണമാണ് കംപ്ലീറ്റ് കസേര മുകളിൽ കയറി കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലും നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഫാമിലി റൂമും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇപ്പം ആരുമില്ല, കംപ്ലീറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ലോക്ക്ഡൗൺ കാരണമാണ് ഇപ്പോൾ കംപ്ലീറ്റ് മാച്ചിങ് കാര്യങ്ങളൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നത്. അങ്ങനെ കുണ്ടോളിക്കടവ് ഷാപ്പിനോട് വിട പറഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ച് നമ്മുടെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പുള്ള് ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, നമ്മുടെ ആ പുള്ളിലെ പാടശേഖരങ്ങളാണ് ആ കാണുന്നത് കംപ്ലീറ്റ്. അപ്പോൾ ഞങ്ങളിന്ന് വന്നത് എൻ്റെ ഡിയോൻ്റെ മുകളിലായിരുന്നു ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഡിയോൻ്റെ മുകളിൽ നമ്മൾ വന്ന സാധനങ്ങളൊക്കെ മേടിച്ച് കുറച്ച് കറികളൊക്കെ മേടിച്ചു. അപ്പോൾ പോണ വഴിക്ക് ഇത് നമ്മുടെ അളിയനും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അളിയൻ്റെ പുതിയ ബൈക്ക് കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ഈ ബൈക്കും കൊണ്ട് നമ്മളൊരു യാത്ര പോണതാണ്. അപ്പോൾ എൻ്റെ ഡിയോ ഉണ്ട് ഇവിടെ. നമ്മുടെ ചേട്ടാ ഹായ് പറഞ്ഞേ. നമ്മളെല്ലാ വീഡിയോയിലും വരുന്ന ആളാണ്. അപ്പോൾ ചേട്ടനുണ്ട്. പിന്നെ ഇത് നമ്മുടെ യമഹ FZ പുതിയത് അളിയൻ്റെ പുതിയ ബൈക്കാണ്. അപ്പോൾ ഈ ബൈക്കിൻ്റെ മുകളിൽ നമ്മൾ യാത്ര പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ പുതിയ ക്യാമറയിലാണ് നമ്മുടെ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ആ വീഡിയോ ഡ്യുവൽ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഷൂട്ടിംഗ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ എന്നെയും കാണാം, ബാക്കിലെ ക്യാമറ കൊണ്ട് നമുക്ക് ഇവരെയും കാണാം. ഒരു വീക്കെൻഡ്സിലൊക്കെ തൃശ്ശൂർ ടൗണിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ വെറുതെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റിയിട്ടുള്ള നല്ല കാഴ്ചകൾ നിറഞ്ഞു കിടക്കുന്നതാണ് ഈ വഴികൾ കംപ്ലീറ്റ്. അപ്പോൾ ഇത് ഒന്നുമില്ലെങ്കിൽ അതിരാവിലെ ഒരു 6:30-7 മണിയൊക്കെ ആയ നേരത്ത് ഇന്നലെ വെറുതെ വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു കാഴ്ചയുണ്ടല്ലോ, ഈ പാടം കംപ്ലീറ്റ് ഇങ്ങനെ ഒരു ഫോഗൊക്കെ മൂടി ഇങ്ങനെ കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അത് നല്ലൊരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഈവനിങ്ങിൽ ഒരു 4 മണി 5 മണിയോട് കൂടി വെറുതെ ഈ വഴി കൂടെ ചുരുങ്ങിയത് ഒരു 10-20 കിലോമീറ്റർ ഉണ്ട്, ഈ വഴിയിലൂടെ വെറുതെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുക. പുതിയ ഒരു യാത്ര ഇനി വരാൻ കിടക്കുന്നുള്ളൂ. വളിയൻ്റെ ഒരു പുതിയ ബൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബൈക്കുമ്പോഴും നമ്മുടെ പൾസർ 200ൻ്റെ മുകളിൽ നമ്മൾ അടുത്തൊരു റൈഡ് പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ആ പോണ സ്ഥലം ഞാൻ പറയണില്ല, അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇനി വരാൻ കിടക്കണുള്ളൂ. അവിടെ നിന്ന് കറിയൊക്കെ മേടിച്ചിട്ട് പുറത്തിറങ്ങി. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഈ ലോക്ക്ഡൗൺ സമയമായ കാരണം നമുക്ക് ഇരുന്ന് അവിടെ നിന്ന് കള്ളു കുടിക്കാനോ ഇല്ലെങ്കിൽ അവിടെ നിന്ന് കറി കഴിക്കാനോ ഒന്നും ഇല്ല. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ പാർസൽ മേടിച്ചു. അപ്പോൾ പാർസൽ മേടിച്ചിട്ട് നമ്മൾ ഇനി വീട്ടിൽ പോയി വരുന്നിട്ടാണ് കഴിക്കാൻ പോണത്. അപ്പോൾ കഴിക്കണതിൻ്റെ സീനൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇനി അടുത്തൊരു ദിവസം വരുന്നുണ്ട്, ഒരു പുതിയൊരു ഷോർട്ട് ഫിലിം വരുന്നുണ്ട്. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൻ്റെ ആ ഒരു കഥ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. അതായത് ഈ കൊറോണ കാലത്ത് നല്ലൊരു മെസ്സേജാണ് ആ ഒരു ചെറിയൊരു ക്ലിപ്പിൽ നമുക്ക് കേൾക്കാനുള്ളത്. നല്ല അടിപൊളിയായിട്ട് അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചിത്രീകരണം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പോയിട്ടൊന്ന് നിങ്ങൾ കണ്ടു നോക്കുക അതിനുണ്ടെന്നുള്ളത്. നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വരുന്ന ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഷോർട്ട് ഫിലിമിൻ്റെ അഭിനയങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നുള്ളൂ. അപ്പോൾ അതേ ഇവിടെ നമ്മുടെ ഷൂട്ടിംഗ് ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഇവിടെ അഭിനയം നടക്കുന്നുണ്ട്, ക്യാമറമാൻ്റെ വർക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ചെറുതായിട്ട് നമുക്ക് കാണാം.
ദിവസം തന്നെ നമ്മുടെ ചാനലിൽ റിലീസാവണതാണ്. അപ്പോൾ എല്ലാവരും കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, നന്നായി സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിൻ്റെ മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ ആരും മറക്കണ്ട, ഡേറ്റ് ഇതേ കാണും. ഈ ഡേറ്റിൽ നമ്മുടെ ഷോർട്ട് ഫിലിം വരുന്നതായിരിക്കും. അപ്പോൾ ആരും മറക്കരുത്. അങ്ങനെ ഷാപ്പിൽ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ അതൊക്കെ പാർസൽ ചെയ്തു. കൊള്ളി കപ്പ എന്ന് പറയണ നമ്മുടെ കപ്പയുണ്ട് ഇവിടെ. പിന്നെ ബീഫ്, സബോളയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വെട്ടിയിട്ട സബോളയാണ്. പിന്നെ നമ്മുടെ നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റാണ് ഈ കാണുന്നത്. പിന്നെ നോക്കുമ്പോൾ കാണാം നമുക്ക് കുറച്ച് പോർക്ക് കാണാം. അപ്പോൾ പുള്ളിലെ കാഴ്ചയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ പുള്ള് പാടശേഖരത്തിനോട് വിട പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. അങ്ങനെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരിക്കും. ബൈ.